ഹായ് ഡിയേഴ്സ്, ക്യുസാറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. അതായത് ഇന്ന് കുറച്ച് അലോട്ട്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇന്നലെ വരും എന്ന് പറഞ്ഞ അലോട്ട്മെൻറ്റ് മാറ്റി ഇന്നത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വന്നേക്കുന്നത് BVOCൻ്റെയും 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെയും അലോട്ട്മെൻ്റ് ആണ്. ഇതിൻ്റെ എല്ലാം സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ്. അതുപോലെ തന്നെ BBA, BCM, BCS LLBയുടെയും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. PG MCAയുടെയും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്ന എല്ലാവരും തന്നെ 25-ാം തീയതിക്കുള്ളിൽ, അതായത് 25-ാം തീയതിയും കൂടിയുണ്ട്. ആ ഒരു ലാസ്റ്റ് ഡേറ്റ് 25-ാം തീയതിയാണ്. അപ്പോൾ ആ ഒരു ഡേറ്റ് വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാം. ഫീസ് അടച്ച് അഡ്മിഷൻ താൽക്കാലികമായിട്ടത് ഉറപ്പാക്കുക കേട്ടോ. എപ്പോഴും പറയണ പോലെ ഇത് താൽക്കാലിക അഡ്മിഷനാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തിട്ടാണ് നമ്മുടെ അഡ്മിഷൻ കൺഫേം ആവുന്നത്. സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്നത് കൺഫേം ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൺഫേം വേണമെങ്കിൽ കൺഫേം ആക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള ഓപ്ഷൻ കാണിക്കും. സോ ഫീസ് അടക്കാം. ഫീസ് എത്രയാണെന്ന് വെച്ചാൽ, അപ്പോൾ അതിൻ്റെ കൂടെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലൊരു അലോട്ട്മെൻറ്റ് കിട്ടിയതാണ്, നിങ്ങൾ ഫീസൊക്കെ അടച്ചതാണ് എങ്കിൽ, പുതിയൊരു കോഴ്സ് ഇപ്പോൾ അലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഫീസ് വരുന്നുണ്ടെങ്കിൽ അതടക്കാം. ഓക്കെ. ഇനി അതല്ല, നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്നതെങ്കിൽ, ഇപ്പോൾ ആദ്യത്തെ അലോട്ട്മെൻ്റ് ആണെങ്കിൽ ആ കോഴ്സിൻ്റെ ഫീസ് എത്രയാണെന്ന് നിങ്ങൾ പ്രോസ്പെക്ടസ് നോക്കുമോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ ഉണ്ടാവും, അത് നോക്കിയിട്ട് ആ ഒരു ഫീസ് അടക്കാം. ഓക്കെ. ഇനി മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ വേറെ അലോട്ട്മെൻ്റ് ഒന്നും വന്നിട്ടുണ്ടാവില്ല. ആദ്യം ഒരു അലോട്ട്മെൻറ്റ് കിട്ടി, പക്ഷേ ഇതിൽ വേറെ അലോട്ട്മെൻ്റ് ഒന്നും ഇല്ല എങ്കിൽ, അവരുടെ പ്രൊഫൈലിൽ വേറെ ഒന്നും കാണിച്ചിട്ടില്ല, ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. അതുപോലെ തന്നെ ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റും കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റും കിട്ടി, പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അടച്ച ആ ഫീസ് തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെയും ഫീസ് എങ്കിൽ, നിങ്ങളും നിലവിലൊന്നും ചെയ്യാനുണ്ടാവില്ല. പക്ഷേ പ്രൊഫൈൽ ചെക്ക് ചെയ്യണം, എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഫീസ് അറിയണമെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ സെയിം ഫീസാണോ ഈ കോഴ്സിനൊന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് നോക്കിയാൽ മതി. ഓക്കെ. ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫേം കൊടുക്കാനുണ്ടാവും കേട്ടോ. ആ ഒരു അലോട്ട്മെൻറ്റ് വേണോ വേണ്ടേ എന്നുള്ള കൺഫേം ഉണ്ടാവും. ഫീസിൻ്റെ കാര്യമാണ് വേറെ നിങ്ങളൊന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രൊഫൈലിൽ ഇൻസ്ട്രക്ഷൻ നോക്കുക. കാരണം നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആക്കുമ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രൊഫൈലിലെ ഇൻസ്ട്രക്ഷൻ എന്താണോ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.